നമസ്തേ. കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ എനിക്കെന്ത് കിട്ടും? അങ്ങനെ ഒരു കഥയോ? അതെ, എനിക്ക് എന്ത് കിട്ടും. അത് കഥയായിട്ട് പറഞ്ഞു വരുമ്പോൾ എനിക്കെന്ത് കിട്ടും കേൾക്കും. ഒരു ഗ്രാമത്തിൽ പപ്പു മുതലാളി എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾക്ക് ഇഷ്ടം പോലെ കാശൊക്കെ ഉണ്ട്. ധാരാളം കൃഷിസ്ഥലങ്ങളും കന്നുകാലികളും അതൊക്കെയാണല്ലോ പണ്ട് കാലത്തൊരു പണക്കാരൻ്റെ ലക്ഷണം. ധാരാളം കൃഷിസ്ഥലങ്ങൾ ഉണ്ടാവുക, കൃഷി ഉണ്ടാവുക, കന്നുകാലികൾ ഉണ്ടാവുക, അതൊക്കെയാണല്ലോ. നല്ല ഒന്നാന്തരം ഒരു വീട് ഒക്കെ ഉണ്ട്. സുന്ദരിയായൊരു ഭാര്യയുണ്ട്. ഇഷ്ടം പോലെ സമ്പത്തുള്ള ആളാട്ടോ ഈ പപ്പു മുതലാളി. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? പിശുകെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ സമ്പാദ്യം ഉണ്ടായിട്ട് ഇനിയും സമ്പാദിക്കണം, വീണ്ടും പണം ഉണ്ടാക്കണം, പണം കൂട്ടണം, ഇങ്ങനെ കൂട്ടി വയ്ക്കണം, ആവശ്യത്തിന് പോലും ചിലവഴിക്കില്ല. പിശുകനാണ് ഈ മുതലാളി. ആ മുതലാളിയും ഭാര്യയും മാത്രമേ ഉള്ളൂ കേട്ടോ. കുട്ടികളൊക്കെ വലുതായി ഓരോരോ ദിക്കിൽ ജോലിയും കാര്യങ്ങളും. ഈ അച്ഛൻ്റെ പിശുക്കിൻ്റെ കൂടെ ജീവിക്കാനൊന്നും പറ്റില്ല. അവരൊക്കെ പണിയെടുത്ത് കഴിയാറായി കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചു, അവരുടെ ഭാര്യമാരായി, കുട്ടികളായി, ഒക്കെ ഓരോരോ സ്ഥലത്ത് പോയി താമസിച്ചു. അവരൊരു പണിയെടുത്തിട്ടാക്കണ കാശ് അവനവൻ്റെ ആവശ്യത്തിന് ചിലവഴിച്ചൂടെ, സുഖമായിട്ട് ജീവിച്ചൂടെ? അങ്ങനെയാണ് കുട്ടികളൊക്കെ ചിന്തിച്ചത്. അവരങ്ങനെ പോവുകയും ചെയ്തു. ഇവിടെ ഭാര്യ ഇയാളും മാത്രം. ഇഷ്ടം പോലെ സമ്പത്തും കുനിഞ്ഞു കൂടിക്കെടുക്കുക. അത്യാവശ്യം പണിക്കാർക്ക് പോലും കൂലി കൊടുക്കില്ല, ഭക്ഷണം പോലും വയറ് നിറച്ച് കൊടുക്കില്ല. അങ്ങനെയുള്ളൊരു മുതലാളിയത്. അങ്ങനെ ഇരിക്കെ ഒരു ഇൻഷുറൻസ് പോളിസി എടുപ്പിക്കുന്ന ഏജൻറ്റ്. അതെന്താ ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതം ഒരു 10 കൊല്ലത്തേക്ക് ഇൻഷുർ ചെയ്യുക. ഈ 10 വർഷത്തിനകത്ത് നമുക്ക് അപകടം വഴിയോ രോഗം വഴിയോ അവിചാരിതമായിട്ട് ഏതെങ്കിലും സാഹചര്യത്തിലോ മറ്റോ നമ്മൾ മരിച്ചു പോയാൽ നമ്മൾ എത്ര രൂപയ്ക്കാണോ പോളിസി എടുത്തേക്കണത് അത്രയും തുക നമ്മുടെ അനന്തര അവകാശിക്ക് കിട്ടും. അപ്പോൾ ഭാര്യ പോളിസി എടുത്തു എന്ന് വെച്ചാൽ ഭാര്യയ്ക്ക് വല്ലതും സംഭവിച്ചാൽ ഭർത്താവിന് കിട്ടും. ഭർത്താവ് പോളിസി എടുത്തിട്ട് ഭർത്താവിന് വല്ലതും സംഭവിച്ചാൽ മരണം സംഭവിച്ചാൽ ഭാര്യയ്ക്ക് കിട്ടും. അതാണ് ഇൻഷുറൻസിൻ്റെ ഒരു രീതി, അതാണ് നിയമം. അങ്ങനെ ഒരു ഇൻഷുറൻസ് എടുപ്പിക്കാനായിട്ട് ഈ പപ്പു മുതലാളിയുടെ അടുത്ത് ഒരു ഇൻഷുറൻസ് LIC ഏജൻറ്റ് ചെന്ന് ഇതിൻ്റെ കാര്യങ്ങളും വിവരങ്ങളും എല്ലാം പറഞ്ഞു. അത് കേട്ടപ്പോൾ മുതലാളിക്ക് വലിയ സന്തോഷം. അപ്പം തന്നെ ഏജൻറ്റിന് ഒരു സംശയം, എന്താ പോളിസി എടുക്കാൻ ഇയാൾ ഇത്ര സന്തോഷത്തോടെ വരുന്നോ? ഒട്ടും പ്രതീക്ഷിച്ചില്ല. വല്ലൊരു ചെറിയ തുകയുടെ എടുത്തെങ്കിലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല. ഒന്ന് ചോദിച്ചു കാശ് ഇവിടെ വന്നപ്പോൾ വലിയ തുകയുടെ പോളിസി എടുക്കാനായിട്ട് പപ്പു മുതലാളി തയ്യാറാണ്. ഇപ്പോൾ വലിയ പോളിസി എടുക്കാടോ, അതിന് വിരോധമില്ല എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. പപ്പു മുതലാളിയുടെ പേരിൽ ചെറിയ തുകയുടെ പോളിസി, പറഞ്ഞ പോലെ ഭാര്യയുടെ പേരിൽ 1 കോടി രൂപയുടെ പോളിസി. അത് ശരി. അപ്പം തന്നെ ഈ ഏജൻറ്റ് എന്താ ഇങ്ങനെ ഒരു രീതി നിർബന്ധമായിട്ട് പറഞ്ഞു മുതലാളി, എൻ്റെ ഭാര്യയ്ക്ക് 1 കോടിയുടെ പോളിസി എടുക്കണം. എടുത്തു. കടലാസുകൾ ഫോറങ്ങളൊക്കെ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒപ്പിട്ടു, കാര്യങ്ങൾ നടത്തു. ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കേണ്ട തുകയും കൊടുത്തു. ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഏജൻറ്റ് ഭാര്യയോട് പറഞ്ഞു, നീ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കുക, ഇയാൾക്കും വേണം കൊടുക്കണം ഒരു ഗ്ലാസ് ചായ, എനിക്കും ഒരു ഗ്ലാസ് ചായ കുടിക്കണം. നീയും ചായ കുടിച്ചോ ഒരു ഗ്ലാസ്? പിശുക്കനാണെങ്കിലും പറഞ്ഞു, അനുവാദമല്ലോ ചായ കുടിക്കാൻ പാടില്ല ഭാര്യയ്ക്ക്, ചിലവല്ലേ, നീയും ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിച്ചു. അങ്ങനെ ഭാര്യ ചായ കുടിക്കാനായിട്ട് അകത്തേക്ക് പോയി, അടുക്കളയിലേക്ക് ചായ ഉണ്ടാക്കാൻ പോയി. അപ്പോൾ ആ സമയത്ത് ഈ മുതലാളി പപ്പു മുതലാളി ഈ ഇൻഷുറൻസ് ഏജൻറ്റിനോട് ചോദിച്ചു, അടുത്തേക്ക് ചെന്നിട്ട്, ഞാൻ തന്നോടൊരു സ്വകാര്യം ചോദിക്കട്ടെ? അതിനെന്താ? ചോദിച്ചോളൂ മുതലാളി. എൻ്റെ ഭാര്യ ഇന്ന് 1 കോടി രൂപയുടെ പോളിസി എടുത്തൂല. ഫോറൊക്കെ എഴുതി തന്നു എടുത്തൂലോ. അതിൻ്റെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് തുകയും അടയ്ക്കണം. നാളെ ഇനി ഇപ്പം അവളങ്ങ് മരിച്ചു പോയി എന്ന് വിചാരിക്കുക. അവളെ മരിച്ചു. അയ്യോ, മരിക്കുമോ? അങ്ങനെ ഏജൻറ്റ് ചോദിച്ചു, അയ്യോ ആ ചേച്ചി നാളെ മരിക്കടോ, മരിക്കുന്ന അങ്ങോട്ട് വിചാരിക്കുക. എന്നാലും എനിക്കെന്ത് കിട്ടും?
ഞാനല്ലേ അനന്തരാവകാശി, ഭർത്താവ്, ഭാര്യയുടെ സ്വത്തിൻ്റെ അവകാശി ഞാനല്ലേ. എൻ്റെ ഭാര്യ 1 കോടിയുടെ പോളിസി എടുത്തു, മരിച്ചുപോയി, പിറ്റേ ദിവസം മരിച്ചുപോയി. എനിക്ക് എന്ത് കിട്ടും? അപ്പോൾ ഏജൻറ്റിന് കാര്യം മനസ്സിലായി. ആ ചേച്ചിയെ ഈ പിശുക്ക മുതലാളി ആ ചേച്ചിയെ കൊല്ലാനുള്ള സർവ്വസാധ്യതയുണ്ട്. അതാണ് ഇത്ര കാര്യമായിട്ട് ഇത്ര ഉത്സാഹമായിട്ട് പോളിസി എടുത്തതും എന്ത് കിട്ടുമെന്ന് ഇപ്പോൾ അത്ര അന്വേഷിക്കണതും. ആ കാശ് മനപ്പായസം കണ്ടോട്ടാ ഇയാൾ ഈ പണിയൊക്കെ ചെയ്ത്. അപ്പോൾ ഉടൻ തന്നെ ഏജൻറ്റ് പറഞ്ഞു, തെളിവുകളൊക്കെ അനുകൂലമായ വിധത്തിലാണ് നിങ്ങൾക്ക് അനുകൂലമായ വിധത്തിലാണെന്നുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ ആ ചേച്ചിക്ക് മരണം സംഭവിച്ചതിൻ്റെ കാരണം നിങ്ങളാണെന്നുള്ള തെളിവുകളെല്ലാം റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് തൂക്കുകയറ് കിട്ടും. അത് കേട്ടപ്പോൾ പിശുക്കൻ നാളേക്കൊന്നും ആ ചേച്ചി മരിക്കാൻ പോണില്ല, അപ്പം എന്തെങ്കിലും സംഭവിച്ച ആളെ നിങ്ങൾ കൊന്നതാന്ന് തെളിയും. അങ്ങനെ തെളിഞ്ഞാൽ കൊലപാതകത്തിൻ്റെ തൂക്കുകയറ് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുകയും ചെയ്തു. അതാണ് എനിക്കെന്ത് കിട്ടും. പപ്പു മുതലാളി അന്വേഷിച്ചതാ. ഭാര്യ മരിച്ചാൽ 1 കോടിയുടെ പോളിസി എടുത്തിട്ട് ഭാര്യ മരിച്ചാൽ എനിക്കെന്ത് കിട്ടും എന്നാണ് മുതലാളി അന്വേഷിച്ചത്. ആള് പിശുക്കൻ മാത്രമല്ല, ഇത്രയും ധനമോഹം മനുഷ്യർക്ക് പാടില്ല. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണീ, കാര്യം പറയും കഥയാണീ. നന്ദി.